ഹലോ ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും റോളർ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആവുന്ന ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വേറെ ഒന്നുമില്ല ഗൈസ്, നമ്മുടെ കയ്യിലാണെങ്കിൽ കുറച്ച് ഓൾഡ് IDs കാര്യങ്ങളൊക്കെ ഉണ്ട്. മീൻസ് നമ്മുടെ 2017, 18, 19 കാലഘട്ടങ്ങൾ നമ്മുടെ ഫ്രീ ഫയർ കളിച്ചായിരുന്ന പ്ലേയേഴ്സിൻ്റെ ID കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് ഇൻസ്പെക്ട് ചെയ്ത് നോക്കാൻ പോവുകയാണ്. ആ ഒരു സമയത്ത് ആക്റ്റീവായി കളിച്ചതെന്ന് അവർ ഇപ്പോൾ ആക്റ്റീവ് ആണോ അല്ലേ എന്നൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ റൈസ് സ്റ്റാറിനെ കൊന്ന പ്ലെയറുടെ ID കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നുണ്ട്. നമ്മുടെ റൈസ് സ്റ്റാറിനെ കൊന്ന പ്ലെയറുടെ ID കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ പേര് വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്താ ബ്രോ വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്യാത്ത. കുറച്ച് പേര് മെസ്സേജ് അയച്ചിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ചവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ വേറെ ഒന്നുമില്ല ഗൈസ്, നമ്മുടെ ചാനലാണ് ചെറിയൊരു സ്ട്രൈക്ക് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, നമ്മുടെ ചാനൽ ഒരു 7 ദിവസത്തിന് സ്ട്രൈക്ക് ആയിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീഡിയോ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത സമയത്ത് നമ്മുടെ യൂട്യൂബിൻ്റെ പോളിസിക്ക് എതിരായിട്ടുള്ളൊരു വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഭാഗത്തുനിന്ന് പറ്റിയൊരു മിസ്റ്റേക്കാണ്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ചെറിയ സ്ട്രൈക്ക് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ 7 ദിവസങ്ങൾക്ക് ശേഷം ഈ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ എന്നും വീഡിയോ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി ഞാൻ ഏതായാലും ഒട്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ് എന്ന് വെച്ച് നമ്മൾ ഓൾഡ് ആയിട്ടുള്ളൊരു ഗെയിം പ്ലേ മീൻസ് നമ്മൾ ടോട്ടൽ ഗെയിമിങ്ങിൻ്റെ ഓൾഡ് ലൈവ് എന്ന് എടുത്തൊരു വീഡിയോ ക്ലിപ്പ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവന്മാരുടെ ടീമേറ്റ് മൊത്തം വൈപ്പായിട്ടുണ്ട്, നമ്മുടെ ടോട്ടൽ ഗെയിമിംഗ് ഒക്കെ തീർന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ ടീമേറ്റ് കൂടെ ഉണ്ട്, ചെറിയ മിസ്റ്റേക്ക് പറ്റി അവിടെ പറഞ്ഞെടുത്ത്. അപ്പോൾ നമ്മുടെ ആ ഒരു ഗെയിമർ നൈസായിട്ട് തന്നെ സോണിൽ പോയിട്ട് എലിമിനേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലെയർ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ ഒരു പ്ലെയറുടെ ID കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്പെക്ട് ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പ്ലെയർ ഇപ്പോൾ നിലവിലുണ്ടോ നോക്കാം. അങ്ങനെ ID കാര്യങ്ങളൊക്കെ കോപ്പി ചെയ്തെടുത്ത് നേരെ സെർച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കണി ആ ഒരു പ്ലെയർ 3 ഹവർ എന്നൊക്കെ കാണിക്കുന്നു. മീൻസ് ആ ഒരു പ്ലെയർ ഇപ്പോഴും കളിക്കുന്നൊരു പ്ലെയർ ആണ്. നമ്മൾ ഫ്രീ ഫയർ ഇപ്പോഴും ആക്റ്റീവായി കളിക്കുന്നൊരു പ്ലെയർ തന്നെയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, അത്യാവശ്യം ബാഡ്ജ് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഹീറോയ്ക്ക് CS-ലും ഉണ്ട്, BR-ലൊക്കെ എടുത്തിട്ടുണ്ട്. ആ ഒരു പുള്ളിക്കാർ അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കുന്നൊരു പ്ലെയർ തന്നെയാണ്. എന്തായാലും ആ ഒരു പുള്ളിക്കാർ ഇപ്പോൾ നിലവിൽ കളിക്കുന്നൊരു പ്ലെയർ തന്നെയാണ്. അത്യാവശ്യം 3 ഇയർ ഓൾഡ് ഉള്ള ഒരു പ്ലെയർ തന്നെയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ റയറായുള്ളൊരു അക്കൗണ്ട് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും നോക്കുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ അടുത്ത അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ഏതാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പേര് കാണുന്ന വീഡിയോ ക്ലിപ്പ് കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മുടെ ഗ്യാൻ ഗെയിമിങ്ങിൻ്റെ ഓൾഡ് ലൈവിൽ നിന്നാണ്. അപ്പോൾ നോക്കുന്ന ഗ്യാൻ ഗെയിമിങ്ങിൻ്റെ മുന്നിലിട്ട് സ്കോഡ് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നോക്കൊരു ലൂട്ട് ചെയ്യാൻ തോന്നുന്നു, കറക്റ്റായിട്ട് ഹെഡൊക്കെ വെച്ച് അടിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു എനിമീസ് നമ്മുടെ ഗ്യാൻ ഗെയിമിങ്ങിനെ നൈസായിട്ട് സ്പോട്ട് മീൻസ് എയിം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കാൻ നമ്മൾ ഗ്യാൻ ഗെയിമിങ് കുറച്ച് ഹീല് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു എനിമി ഒന്ന് പെട്ടെന്ന് നോക്കിട്ടോ ഗ്രാനൈറ്റ് കയറിന് വെച്ചൊരു കാര്യമില്ല. എന്തായാലും ഗില്ല് കാര്യങ്ങളൊന്നും കിട്ടിയില്ല. സെക്കൻഡ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മുടെ ഗ്യാൻ ഗെയിമിങ് നല്ലത്തേക്ക് ഫൈറ്റ് കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കും നമ്മുടെ ടീമേറ്റൊക്കെ ആയിട്ട്. അപ്പോൾ നോക്കുക, നമ്മുടെ ഗ്യാൻ ഗെയിമിങ്ങിൻ്റെ ടീമിലാണെങ്കിൽ ഇവർ 2 പേര് മാത്രമല്ല, ഞാൻ ലൈവിന് ഒരു പ്ലെയർ മാത്രമല്ല നമ്മുടെ ഗ്യാൻ ഗെയിമിംഗ് നൈസിൻ്റെ പടയപ്പ് നോക്കണം. ആ ഒരു പ്ലെയറെ തീർത്തിട്ടുള്ള നമ്മുടെ ടീംമേറ്റ്സ് മീൻസ് ആ ഒരു ടീമേറ്റിൽ ഈ ഒരു പുള്ളിക്കാരൻ്റെ ID കാര്യങ്ങൾ നമ്മൾ ഇൻസ്പെക്ട് ചെയ്ത് നോക്കാൻ പോകുന്നു. അപ്പോൾ നമുക്ക് നേരെ ID കാര്യങ്ങളൊക്കെ ഇൻസ്പെക്ട് ചെയ്ത് നോക്കാം. അങ്ങനെ ID കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കി നൈസിന് സെർച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേസ്. അപ്പോൾ നോക്കണേ ആ ഒരു പുള്ളിക്കാരൻ ഇപ്പോഴും ആക്റ്റീവായിട്ട് കളിക്കുന്നൊരു പ്ലെയർ തന്നെയാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. 77 ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട്, അത്യാവശ്യത്തിന് ലൈക്കും ഉണ്ട്. അതുപോലെ തന്നെ മാസ്റ്റർ കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. ആ ഒരു പുള്ളിക്കാരൻ നല്ല രീതിയിൽ കളിക്കുന്നൊരു പ്ലെയർ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതാണ് ഒരു പുള്ളിക്കാരൻ്റെ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. അത്യാവശ്യം ഓൾഡുള്ള അക്കൗണ്ടാണ്. രീതിയിൽ കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാനും ചാൻസ് ഉണ്ട് ഈ ഒരു അക്കൗണ്ടിൽ. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഏത് ഇയറിലുള്ള അക്കൗണ്ട്സിൻ്റെ ഇൻസ്പെക്ട് വീഡിയോ കാര്യങ്ങളൊക്കെ വേണിച്ചാൽ കൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടേക്കുക. നമ്മളിവിടെ മുന്നത്തെ ഒരുപാട് വീഡിയോസിൽ കുറേ പേര് വന്ന് കമൻറ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യം കൂടെ ആയിരുന്നു, ബ്രോ 7 വർഷം 6 വർഷങ്ങൾക്കുള്ള മുമ്പുള്ള IDs കാര്യങ്ങളൊക്കെ ഇൻസ്പെക്ട് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ IDs കാര്യങ്ങളൊക്കെ നോക്കിയ സമയത്ത് ആ സമയത്ത് IDs കാര്യങ്ങളൊന്നും കൊടുത്തില്ല. മീൻസ് നമ്മുടെ അക്കങ്ങൾ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കുറേ സെർച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഫുള്ള് നെയിം മാത്രമുള്ള നെയിം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ടിൻ്റെ ഇത് കിട്ടില്ല എന്ന് എനിക്ക് തോന്നി. കറക്റ്റായിട്ട് അറിയത്തില്ല. അക്കൗണ്ടിൻ്റെ നെയിം കാര്യങ്ങളൊന്നും സെർച്ച് ചെയ്തിട്ട് ഇപ്പോൾ കിട്ടില്ലെന്ന് തോന്നുന്നത്. പണ്ടത്തെ പോലെ ഇല്ല, ഫ്രീ ഫയർ ഒരുപാട് അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ നമ്മൾ അടുത്ത ID കാര്യങ്ങളൊക്കെ ഇൻസ്പെക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഇനി കാണിക്കാൻ പോകുന്ന വീഡിയോ ക്ലിപ്പ് കാര്യങ്ങളൊക്കെ നോക്കുക നമ്മുടെ ഗ്യാൻ ഗെയിമിങ്ങിൻ്റെ ഓൾഡ് ലൈവിൽ നിന്ന് എടുത്താണ്. മീൻസ് 3 വർഷങ്ങൾക്ക് മുന്നുള്ളതാണ് തോന്നുന്നത്. ഈ 4 ഇയർ ഓൾഡ് മുന്നുള്ള ഒരു വീഡിയോ ക്ലിപ്പാണ്. അപ്പോൾ നമ്മുടെ ഗ്യാൻ ഗെയിമിങ്ങിനെ നൈസായിട്ട് തന്നെ പടാക്കിയിട്ടുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പുള്ളിക്കാരുടെ ID കാര്യങ്ങൾ നമ്മൾ ഇൻസ്പെക്ട് ചെയ്ത് നോക്കാൻ പോകുന്നത്. അതിന് മുന്നേറ്റ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. വേറെ ഒന്നല്ല, നമ്മുടെ തൊട്ട് താഴെ നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിലൊന്ന് ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾ അതിനെ ഇൻസ്റ്റയിൽ കൂടെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ് അടിക്കാത്ത
ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനലോട് സബ് അടിക്കുക. അപ്പോൾ ഇനി നമുക്ക് നേരെ ആ ഒരു ഐ ഡി കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിലവിലുണ്ടോ ഇല്ലെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നോക്കുകയാണെങ്കിൽ IDs കാര്യങ്ങളൊക്കെ കോപ്പി ചെയ്തെടുത്ത് നേരെ സെർച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നീ കാണാൻ പറ്റും നേരെ ഒരു പുള്ളിക്കാരൻ ഇപ്പോൾ ഓൺലൈനായിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ നൈറ്റാണ് ഈ വീഡിയോ കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പുള്ളിക്കാരൻ ഇപ്പോൾ ഓൺലൈനായിട്ട് നിൽക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കുന്ന പ്ലെയർ തന്നെയാണ്. എന്നാൽ കൂടെ അത്ര രീതിക്ക് ആക്റ്റീവ് അല്ല. കാരണം ബാഡ്ജ് കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. 64, 54, 38 ആ ഒരു റേഞ്ചിലൊക്കെയാണ് ആ ഒരു പുള്ളിക്കാരൻ്റെ ബാഡ്ജ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സീസൺ ഹീറോയ്ക്ക് കാര്യങ്ങളൊന്നും അടിച്ചിട്ടില്ല. അത്യാവശ്യം കുഴപ്പമില്ലാതെ കളിക്കുന്ന ഒരു പ്ലെയർ ഒരു ഹിന്ദിക്കാരനാണ് തോന്നുന്നു. അപ്പോൾ ഇത് നമ്മൾ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയുള്ളൊരു പുള്ളിക്കാരൻ്റെ ID കാര്യങ്ങൾ നമ്മൾ ഇൻസ്പെക്ട് ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ വേറെ ആരുമില്ല ഗൈസ്, നമ്മുടെ റൈസ് സ്റ്റാറിനെ കൊന്ന പ്ലെയറുടെ ID കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനി ഇൻസ്പെക്ട് ചെയ്ത് നോക്കാൻ പോകുന്നത്. മീൻസ് ആ ഒരു പ്ലെയർ ഇപ്പോൾ നിലവിൽ കളിക്കുന്നുണ്ടോ ഇല്ലെന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ക്ലിപ്പ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. നമ്മുടെ റൈസ് സ്റ്റാറിൻ്റെ ഒരു ഗെയിം പ്ലേ വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ എടുത്താണ്. നമ്മൾ റൈസ് സ്റ്റാറാണ് ഇത്രയും കാണുന്ന എനിമീസിനെ നോക്ക് എടുത്തിട്ടുണ്ട്. എല്ലാ എനിമീസിനും മീൻസ് ഒരു സ്ക്വാഡിന് മൊത്തം ഹെഡ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നോക്ക് ഇട്ടിട്ടുണ്ട്. ഫുൾ സ്ക്വാഡല്ല, 1-2 സ്ക്വാഡ് ഉണ്ട് തോന്നുന്നു. അപ്പോൾ ഇവിടെ നിന്നിട്ട് നമ്മൾ റൈസ് സ്റ്റാറിനെ കൊല്ലുന്ന ഈ ഒരു പ്ലെയറുടെ ID കാര്യങ്ങൾ നമ്മൾ ഇൻസ്പെക്ട് ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ റൈസ് സ്റ്റാറിനെ കൊന്ന പ്ലെയറുടെ ID കാര്യങ്ങളൊക്കെ ഞാൻ സെർച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ആ ഒരു പുള്ളിക്കാർ ഇപ്പോഴും ഓൺലൈനിലുണ്ട് ഗൈസ്. നിങ്ങൾക്ക് കാണാൻ പറ്റും 75 ലെവല് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഹീറോയ്ക്ക് കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. ഇപ്പോഴും നിലവിൽ കളിക്കുന്നൊരു പ്ലെയറാണ്. അപ്പോൾ ഈ ഒരു പ്ലെയർ ചിലപ്പോൾ നമ്മുടെ റൈസ് സ്റ്റാറിനെ കൊന്നത് ഈ ഒരു പ്ലെയർ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു മലയാളി ആണെങ്കിൽ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടേക്കുക. അപ്പോൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കളിക്കുന്നൊരു പ്ലെയർ തന്നെയാണ്. എല്ലാ എലൈറ്റ് പാസ് കാര്യങ്ങളൊക്കെ കളിക്കുന്നുണ്ട്. ആക്റ്റീവായി കളിക്കുന്നൊരു പ്ലെയർ തന്നെയാണ്. ഡീറ്റെയിൽ ആയിട്ടൊന്നും നോക്കുന്നില്ല കിൽഫീൽഡ് കാര്യങ്ങളൊന്നും. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ അടുത്ത ID കാര്യങ്ങളൊക്കെ ഇൻസ്പെക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ക്ലിപ്പ് കാര്യങ്ങളൊക്കെ നോക്കുന്നത് നമ്മുടെ ഗ്യാൻ ഗെയിമിങ്ങിൻ്റെ ഓൾഡ് ലൈവ് എന്ന് എടുത്താണ്. നമ്മുടെ ഗ്യാൻ ഗെയിം ലൈവ് ഇട്ട സമയത്ത് അവിടെ നിന്ന് എടുത്ത വീഡിയോ ക്ലിപ്പ് കാര്യങ്ങളൊക്കെയാണ് 3-4 വർഷങ്ങൾക്ക് മുന്നുള്ളതാണ്. അപ്പോൾ നോക്കുന്നത് നമ്മുടെ ഗ്യാൻ ഗെയിമിങ്ങിൻ്റെ അടുത്ത് കൂടെ ഒരു എനിമി കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. നല്ല രീതിക്ക് ഡാമേജ് കൊടുത്തു. പക്ഷേ നമ്മുടെ ഗ്യാൻ ഗെയിമിങ്ങിന് ആ ഒരു പ്ലെയർ നോക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്യാൻ ഗെയിമിങ്ങിന് നൈസ് ആയിട്ടാണ് തീർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്യാൻ ഗെയിമിങ്ങിൻ്റെ ടീമേറ്റും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്യാൻ ഗെയിമിങ്ങിൻ്റെ ടീമേറ്റിന് ആ ഒരു പ്ലെയർ മീൻസ് ഇപ്പോൾ നേരത്തെ നമ്മുടെ ഗ്യാൻ ഗെയിമിങ്ങിനെ കൊന്ന പ്ലെയർ നമ്മുടെ ഗ്യാൻ ഗെയിമിൻ്റെ ടീം മൊത്തം വൈപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നീ കാണാൻ പറ്റും. അപ്പോൾ അതിൽ കാണുന്ന ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും ഈ ഒരു പുള്ളിക്കാരൻ്റെ ID അവരുടെ ടീമേറ്റിൻ്റെ ഈ ഒരു പുള്ളിക്കാരൻ്റെ ID കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇൻസ്പെക്ട് ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ നിലവിലുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. അപ്പോൾ നമുക്ക് നേരെ ID കാര്യങ്ങളൊക്കെ നോക്കാം. അങ്ങനെ ID കാര്യങ്ങളൊക്കെ കോപ്പി ചെയ്തെടുത്ത് നേരെ സെർച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പുള്ളിക്കാരൻ 3 ഡേ ആയിട്ടുണ്ട് ആക്റ്റീവായിട്ട്. അപ്പോൾ മീൻസ് ആ ഒരു പുള്ളിക്കാരൻ അത്യാവശ്യം ആക്റ്റീവായി കളിക്കുന്ന പ്ലെയറാണ്. എന്നാൽ കൂടെ കഴിഞ്ഞ മാസം ആകെ ഒരു ബാഡ്ജ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളൂ. നല്ല രീതിക്ക് കളി കുറവാണ്. നീ കണ്ടാൽ മനസ്സിലാകും. അത്യാവശ്യം കുഴപ്പമില്ലാതെ കളിക്കുന്നൊരു പ്ലെയർ തന്നെയാണ്. മീൻസ് കളിക്കുന്ന പ്ലെയറല്ല, മീൻസ് കളി നിർത്തിയിട്ടുണ്ട്. ആദ്യം നല്ല രീതിയിൽ കളിച്ചായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു പുള്ളിക്കാരൻ അത്ര രീതിക്ക് ആക്റ്റീവ് കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ അവസാനത്തെ ID കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങളിപ്പോൾ തന്നെ ഈ ഒരു വീഡിയോക്ക് ഒന്ന് ലൈക്ക് അടിച്ച് ആ ചാനൽ കൂടെ ഒന്ന് സബ് ചെയ്ത് വെച്ചേക്കുക. അതുകൂടാതെ നമ്മുടെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഇൻസ്റ്റയിൽ നിന്ന് ഫോളോ ചെയ്തേക്കുക. അതുകൂടെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലൂടെ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തേക്കുക.